പക്ഷേ എൻ്റെ അടുത്ത് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ചു എന്നിട്ടെന്താ ചിലരോട് പറഞ്ഞു എൻ്റെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി, കാരണം അവർക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും. ഞാൻ പൊതുവേ ലേസി ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടൈം ടേബിൾ ഇല്ലാത്ത ജീവിതമാണ്. നമ്മളത് വേറൊരു വ്യക്തിയിൽ ഇമ്പോസ് ചെയ്യുന്നു. അത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഫാമിലിയോടെ അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാനിങ്ങനെ ജീവിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ്സുകളിലും എവിടെ വീടുകളിലും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഒരു വീട്ടിലൊരു സ്പേസിൽ, ആ സ്പേസിൽ കോ എക്സിസ്റ്റൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സാധനമാണ്. അത് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് എന്താ പറയുക ആറ്റിറ്റ്യൂഡ്, എനർജി, അങ്ങനെ പല കാര്യങ്ങളും വേണ്ടി വരും. അപ്പം ഞാനൊരു എൻ്റെ സെയിം ജെൻഡറോ ഓപ്പോസിറ്റ് ജെൻഡറോ ഏതൊരു പാർട്ട്ണറോട് ജീവിക്കുകയാണെങ്കിലും ഈ സ്പേസ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള സർവൈവൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാലോചിച്ചു എന്തിനാണ് വെറുതെ വേറൊരു വ്യക്തിക്ക് എന്നാൽ കഴിയുന്ന ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ എത്ര കാലം സർവൈവ് ചെയ്യാൻ പറ്റും അത്രയും കാലം. ഇപ്പോൾ എൻ്റെ ഓൾ ലെങ്ത് എന്ന് വെച്ചാൽ ഓൾ ത്രൂ മൈ ലൈഫ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് പലരുടെയും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ. എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരും എന്നോട് ഒന്നോ രണ്ടോ ഒക്കെ ചോദിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പേഴ്സണൽ മാറ്റർ അല്ലേ, പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു. അതൊന്ന്. രണ്ടാമത് ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട്. എൻ്റെ അമ്മയുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്.